ചെന്നു ശുദ്ധരോടു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഓരോ നിമിഷവും ഞാൻ എന്നെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാർവോടണഞ്ഞിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്നെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ക്രോധങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മുളങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിർദ്ദിഷ്ടയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിൽ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ ആകുന്നു. അത് രാവിലെ തളച്ച് വളർന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിനും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവെറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ അത് 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നീ ഭയപ്പെടത്തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഓവേ മടങ്ങി വരയണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും ഒത്തവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാനുഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും അത് നിങ്ങൾ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളുമെന്ന് ഞങ്ങളോട് അല്ലിച്ചിട്ടാണ് സ്വർഗസ്ഥ പിതാവാം ദൈവമേ. ഈ രാവിലെ സമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരും. ഞാൻ തന്നെ പുനരുത്ഥാന ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയിച്ചത് കർത്താവേ. തൻ്റെ ദാസൻ ദേഹവിയോഗത്തെ ദുഃഖിക്കുന്ന ഭവനത്തെയും പ്രിയപ്പെട്ട എല്ലാവരെയും പകൽക്കാലം സഹായിക്കണമേ. ഏറിയ നാളിൽ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ വലിപ്പദേശത്ത് അധ്വാനിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി കർത്താവിന് സമയമായപ്പോൾ അവിടെ സന്നിധി ചേർക്കപ്പെടുവാനിടയായല്ലോ. കർത്താവെ, അവിടുത്തെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ദൈവത്തിൻ്റെ സമാധാനത്താലോട് നിറയ്ക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, ഇപ്പോൾ ബോഡി ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. യാത്രയിൽ സഹായിക്കണമേ. നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങൾ പ്രാപിച്ച് ഈ പകൽക്കാലങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവേ, പ്രാർത്ഥനയും യാതൊരു ഘടനാജോ ദൈവത്തോട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ക്രിസ്തീയ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷകളുടെ മുൻപിലായിരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ഷണികമായത് നിത്യമായതിനെ പ്രാപിക്കുമ്പോൾ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുമ്പോൾ, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയ വചനം നിവർത്തിയാകുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ കോടി കോടി വിശുദ്ധന്മാരുടെ നിരയിൽ തേജസ്സിൻ്റെ ശരീരത്തോടെ ഞങ്ങളുടെ കർത്തൃദാസനെ കാണാം എന്ന മഹത്തായ പ്രത്യാശ നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ദാസൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിൻ്റെ ദാസി കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരെ ദിവ്യ സമാധാനത്താൽ ആശ്വസിപ്പിക്കണമേ. ഈ ശുശ്രൂഷയിൽ ഇന്ന് പകൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിത്യതയുടെ പ്രത്യാശ ഉൾക്കൊണ്ടവരായി ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുവാൻ കൃപ പകരണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൽ ഒരുമിച്ച് കാണാമെന്ന വലിയ പ്രത്യാശ ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പകരുന്നത് കൊണ്ട് സ്തോത്രം. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ നിർവഹിപ്പാൻ നിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെയും സഭയും സഭകുർബാലുമായി ദൈവം ആശ്വസിപ്പിക്കുകയും പ്രത്യാശയാൽ നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർക്കുള്ള നിത്യജീവനെ കുറിച്ചും ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് ക്രിസ്തുവിലുള്ള മഹത്വകരമായ പ്രത്യാശയെക്കുറിച്ചും ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മൾ ധാരാളമായി വർദ്ധിക്കുമാറാകട്ടെ.
അവരവന്റെ പിൻഗാമിയായി സഭയിൽ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഏലിയാസിനെ ധരിപ്പിച്ചു. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ വരവോളം നിന്റെ സഭയെ കാത്ത് സൂക്ഷിക്കുകയും ഞങ്ങളെ മ്ലേച്ഛതയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ പുത്രൻ തന്റെ പ്രത്യക്ഷതയുടെ മഹാദിവസത്തിൽ വംശങ്ങളെ വിധിപ്പാൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ന്യായം വിധിപ്പാൻ 12 സിംഹാസനങ്ങളെ ഒരുക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ വലിയൊരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിന്റെ ഇടവകയുടെ ആടുകളെ സംരക്ഷിക്കുകയും നിന്റെ കരുണയാൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും നിനക്ക് സൗകര്യം വരുത്തുന്ന പരിഗണമായി കൈക്കൊള്ളണമേ. നിന്റെ ആട്ടിൻകൂട്ടമായ ഞങ്ങൾ മഹത്വമുള്ള നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ചും സകല പിഴവുകളെയും ക്ഷമിച്ച് മായ്ച്ചു കളയണമേ. നിന്റെ അടിയരായ ഞങ്ങളെ നിന്റെ കണിമറയ്ക്ക് നിന്റെ പരിശുദ്ധന്മാരുടെ പന്തിക്കും യോഗ്യരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. മരിച്ചവരെ പുനരുത്ഥാനം എടുത്തിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്തവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നീതിയോടെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ കൃപയാൽ മനുഷ്യരുടെ ഇടയിലേക്ക് തന്നെത്താൻ താഴ്ത്തുകയും പാതാളത്തിലുള്ള കബറടക്കപ്പെട്ടവരുടെ അടുക്കൽ പോവുകയും ചെയ്തവനായുള്ളവേ, ആദാമിന് സന്താനങ്ങളെ ഉയർപ്പിപ്പാൻ അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോൾ നിന്നിൽ വിശ്വസിച്ചിട്ടുള്ള നിന്റെ അടിയാരാകുന്ന ഞങ്ങളെയും നിന്റെ കൃപയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. വഴികളാൽ നിനക്ക് സ്തോത്രം അർപ്പിപ്പാൻ ശക്തരാക്കി തീർക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും എല്ലായ്പ്പോഴും തിരുനാമത്തിന് സ്തുതി പാടുവാൻ വിൺമയന്മാരോടുകൂടെ മൺമേലെ കൂട്ടിച്ചേർത്ത കർത്താവിന്റെ കരുണയ്ക്ക് സ്തുതി. കർത്താവേ, നീ ഞങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടവും ഞങ്ങളുടെ ആത്മാവിന് ജീവനിക്ഷേപവുമായിരിക്കണമേ. പിതാവായ ദൈവത്തിന്റെ നിത്യമായ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ അളവറ്റ കൃപയും പരിശുദ്ധ റൂഹായുടെ നിത്യമായ സാന്നിധ്യവും സമാധാനവും വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തോടും നാം ഏവരോടും ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. പരലോകമേ
സോരാതെ ഓടിടുവേ വിശ്വാസ പാതയിൽ സോരാതെ ഓടിടുവേ പരലോകമേ എൻ സ്വന്തമേ என்று காண்பேனோ பரலோகமே என் சொந்தமே என்று காண்பேனோ. ഇത് രണ്ടാമത്തെ ശുശ്രൂഷ. അതിനുശേഷം സണ്ണി അച്ഛൻ്റെ ശരീരം പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തതിന് ശേഷം മൂന്നാമത്തെ ഭാഗവും ഈ ഭവനത്തിലുള്ള ശുശ്രൂഷ അങ്ങനെ അവസാനിച്ചിട്ട് പള്ളിയിലേക്ക് നമ്മൾ എല്ലാവരും പോകും. സാക്ഷാൽ തേജസ്വരൂപൻ മഹാപുരോഹിതൻ ദൈവിക ശുശ്രൂഷയ്ക്കായി പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും തിരഞ്ഞെടുത്ത് ആക്കുന്നവൻ വിശ്വാസമുള്ള തന്റെ ആടുകളുടെ ഇടയന്മാരായി അവരെ നിയമിക്കുന്നതുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നെ അന്വേഷിക്കുന്നവർക്കും നന്മയുടെ വഴി കാണിക്കുന്നവരായി നിന്റെ ഭവനത്തിന്റെ കാര്യവിചാരന്മാരായും നിന്റെ വിശുദ്ധ സഭയെ ശോഭാപൂർണ്ണമാക്കി തീർക്കുന്നവരുമായി നീ അവരെ ആക്കി തീർത്തു. ഉന്നതമായ നൽവരങ്ങൾ അവർക്ക് നീ ദാനം ചെയ്തു. അവരുടെ പ്രാർത്ഥനയാൽ നിന്റെ വിശുദ്ധ സഭയും കഠിനമായ ശിക്ഷകളെയും കോപത്തിന്റെ വടികളെയും നീ നീക്കിക്കളഞ്ഞു. വിശുദ്ധ റൂഹായുടെ നിറവിനാൽ അവരെ നീ ശോഭാപൂർണ്ണരാക്കി. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തെന്നാൽ നിന്റെ ശുശ്രൂഷക്കാരോടുകൂടി അഴിവില്ലാത്ത സ്വർഗീയ സന്തോഷത്തിന് ഞങ്ങളെയും നീ അർഹരാക്കണമേ. പറഞ്ഞുകൂടാൻ കഴിയാത്ത സൗന്ദര്യം കൊണ്ട് ഞങ്ങളെ ശോഭിപ്പിക്കണമേ. നിന്റെ വിശുദ്ധന്മാരോടുകൂടെ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിന്റെ സന്നിധിയിൽ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. മനസ്സിലുള്ളവനായ മശിഹാ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടിരിക്കുന്നു ഈ നിന്റെ ദാസനും നീ അവനെ ഭരമേൽപ്പിച്ചിട്ടുള്ള താരന്തുകളെ അവയുടെ ലാഭത്തോടുകൂടെ നീ സന്നിധി സമർപ്പിക്കുന്നു. ദൈവന്മാരുടെയും വിശുദ്ധന്മാരുടെയും സംഘത്തിൽ ഇവൻ ചേർക്കപ്പെടുന്നു. സകല മനോവേദനയും കഷ്ടതയും ദുഃഖത്തിനും ഒഴിഞ്ഞവനായി തിരഞ്ഞെടുക്കപ്പെട്ട മഹത്വത്തിൽ ഇവൻ വസിക്കുന്നു. വിശുദ്ധ സ്നേഹന്മാരോടും സകല ശക്തിമാന്മാരോടും കൂടെ ഹല്ലേലൂയ പാടി പുകഴ്ത്തുന്നു. വെടിപ്പുള്ള പട്ടക്കാരോടുകൂടെ വെള്ളനിലയാൽ അലങ്കരിക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ദൈവമായ കർത്താവ്, വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ച പട്ടക്കാരുടെയും സത്യവിശ്വാസികളായ ശുശ്രൂഷക്കാരുടെയും സംഘത്തിൽ നിന്റെ ദാസന്മാരായ ഞങ്ങളെയും ചേർത്ത് കൊള്ളണമേ. നേരുള്ള യെരൂശലേമിൽ നിലനിർത്തുന്നതും അഴിഞ്ഞു പോകാത്തതുമായ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. Bye.
സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദ്യം പ്രിയ സണ്ണിയച്ഛൻ്റെ വേർപാടിൽ കുടുംബയോഗത്തിനുള്ള അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അയിരൂരിൽ ഒരു കാലത്ത് ക്രൈസ്തവരില്ലായിരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 900 വർഷം മുമ്പ് അവിടെ ഭരണാധികാരികൾ കുടിവരുത്തി പാർപ്പിച്ച ആദ്യ ക്രൈസ്തവ കുടുംബമാണ് അയിരൂർ അയ്യക്കാവിൽ കുടുംബം. അയിരൂർ അയ്യക്കാവിൽ കുടുംബത്തിൽപ്പെട്ട പീടികയിലെ ഉപശാഖയിലെ പരേതനായ PV സാമുവേലിൻ്റെ മകനാണ് സണ്ണിയച്ഛൻ. കുടുംബത്തിൽ ലഭിച്ചതായിട്ടുള്ള പൈതൃകം, ക്രൈസ്തവ പാരമ്പര്യം, ഇതൊക്കെ ജീവിതത്തിൽ ഉടനീളം സണ്ണിയച്ഛനിലൂടെ നമുക്ക് കാണാം. കുടുംബയോഗമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയും സ്മരണ പുലർത്തുന്നതിനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അച്ഛൻ്റെ പതിവായിരുന്നു. തിരുവല്ല നഗരസഭയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 59 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു. കുറച്ചു കാലങ്ങളായി പൗരോഹിത്യ ജീവിതങ്ങളിൽ മദ്രാസ്, ബാംഗ്ലൂർ 2 ഭദ്രാസനങ്ങളിലെ ചാർജായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. ബിലീവേഴ്സ് ചർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടും ക്രിസ്ത്യൻസോടും ചെയ്ത ഒരു മാന്യ വ്യക്തിയായിരുന്നു ഈ സണ്ണി സാമുവേൽ അച്ഛൻ. അച്ഛൻ്റെ നിലത്തിൽ ദുഃഖമുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുകയില്ല. സ്വർഗത്തിൽ ദൈവത്തിന് അച്ഛനെ ആവശ്യമുണ്ട് എന്ന സമയത്ത് 59-ാമത്തെ വയസ്സിൽ താൻ മറിയം വെച്ച കത്തസംഖ്യ ചേർപ്പെട്ട അച്ഛനെ ആത്മാവിന് നിത്യശാന്തി നേടുക, അത്രമാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യുവാനുള്ളൂ. ഈ അവസാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും 2 ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ആകാശം ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധൻ ആകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധൻ ആകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ
പരിശുദ്ധൻ ആകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ആകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധൻ ആകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ ആകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിടുതൽ പ്രാപിച്ച തിരുസഭയുടെ സന്താനങ്ങളായ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നതെന്തെന്നാൽ ഭയങ്കരവും ഭ്രമിക്കത്തക്കതുമായ അന്ത്യന്യായ വിധി ദിവസത്തിൽ നിന്റെ ദിവ്യമർമ്മങ്ങളുടെ ശുശ്രൂഷക്കാരും പങ്കുകാരുമായ ഞങ്ങൾക്ക് ലജ്ജ കൂടാത്ത മുഖത്തോടെ തിരുമുൻപിൽ നിൽക്കുവാൻ കൃപ നൽകുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. എൻ്റെ രക്ഷയുടെ ദൈവമായ കർത്താവേ, രാവും പകലും നിന്റെ സന്നിധിയിൽ ഞാൻ നിലവിളിച്ചു. നിന്റെ മുൻപാകെ എൻ്റെ പ്രാർത്ഥന പ്രവേശിക്കട്ടെ. എൻ്റെ അപേക്ഷയ്ക്ക് നിന്റെ ചെവി ചായ്ക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആയുസ്സു പാതാളത്തോട് സമീപിച്ചു. കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയായിത്തീർന്നു. ബാറിക്കുമോ. അവനും പുത്രനും പരിശുദ്ധരുവായിക്കും സ്തുതി. പുനരുദ്ധാനത്തിൻ്റെ ആയിടിനാദം പാതാളക്കുഴികളിൽ മുഴങ്ങും. മരണം അത് കേട്ട് പരിഭ്രമിക്കും. പഴകിപ്പോയ രൂപങ്ങളെല്ലാം പുതുതാക്കപ്പെടും. കരുണ നിറഞ്ഞവനെ, നിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചവർ പുതുതാക്കപ്പെടുന്നത് കൊണ്ട് നിനക്ക് സ്തുതി. സ്തൗമൻ കാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങളേവരും യോഗ്യതയുള്ളവരായി തീരണമേ. സ്വർഗീയ സൈന്യം ശുശ്രൂഷ ചെയ്യുന്നവനും
മൺമേരായ മനുഷ്യകുലത്തിൽ നിന്നും സ്വർഗീയ മർമ്മങ്ങളെ വിവേചിപ്പാൻ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും കൽപ്പിച്ചാക്കിയവനും സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അവരെ നിറച്ച് തൻ്റെ ജനത്തിന് ദൈവത്തോടെ നിരപ്പിൻ്റെ വഴി കാണിച്ചു കൊടുപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമായി ആത്മീയ നൽവരങ്ങളാൽ അവരെ അലങ്കരിച്ചവനും മനുഷ്യവർഗത്തിന്മേൽ നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിധിപ്രകാരം സകല മനുഷ്യരെയും മേൽ നിശ്ചയിച്ചിരിക്കുന്ന അവസാനത്തെ അവരും പ്രാപിച്ച് നിത്യമായതും വാഗ്ദത്തം ചെയ്യപ്പെട്ടതുമായ ജീവങ്കിലേക്ക് അവർ പുറപ്പെട്ട് സ്വർഗീയ യെരൂശലേമിൽ സ്വീകാര്യയോഗ്യമായ യാഗങ്ങളർപ്പിപ്പാനായിട്ട് ഈ ആയുസ്സിൽ നിന്ന് അവരെ വേർപെടുത്തി തൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നവനുമായ സ്വർഗീയ പിതാവേ, നിന്റെ ഈ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്തും നമ്മുടെ ആയുഷിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ ബബുക്കുൽ സ്ബാൻ ലാവൽമീൻ. ഇപ്പോഴോ കർത്താവേ, ഇവിടെയുള്ള ഞങ്ങളുടെ ശുശ്രൂഷ പൂർണ്ണ മനസ്സോടും ഉത്സാഹത്തോടും നടപടിയായി നിവർത്തിപ്പാൻ ബലഹീനരായ നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങളെയും നീ പ്രാപ്തരാക്കണമേ. ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിൻ്റെ പ്രാപ്തിക്കും അനുസരണമാവണ്ണം നിന്റെ മുൻപേ സേവ ചെയ്യുവാൻ നിന്റെ കൃപ ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിനക്ക് തിരു ഇഷ്ടമുണ്ടായി പഠിപ്പോട് നിന്നെ ശുശ്രൂഷിച്ചുള്ളവരും സത്യഭക്തന്മാരുമായ വിശുദ്ധന്മാരോടും സകല സ്വർഗീയ സൈന്യങ്ങളോടും കൂടെ നിന്നെയും നീ മുഖാന്തരം നിന്റെ പിതാവിനെയും കരുണകളെയും ഉറവേയും സാരാംശത്തിൽ നിനക്ക് സമത്വമുള്ളവനുമായ നിന്റെ വിശുദ്ധ റൂഹായെയും സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഹോശോ ബബുക്കുൽ സ്ബാൻ ലാവൽമീൻ. In the name of the Father, Son, and the Holy Spirit. Psalm number 46, verse 1. God is our refuge and strength, a present help in trouble. It is with a heavy heart and humble posture that I stand here on the behalf of Believers Eastern Church and His Grace the Metropolitan to offer our sincerest condolences. It is with profound sadness the Believers Eastern Church family received the news of passing of our beloved Sunny Samuel Achan.
all the episcopos, vicar generals, priests, deacon fathers, and the members of the church have sent their prayers and heartfelt condolences to the family members, relatives, and friends. We all have sensed our own personal feelings of loss over our Achan's passing. Also, our hearts have been drawn towards Achan's beloved family and will continue to be with them. Someone said, the measure of a life is not in its duration, but in its donation. When we think of Sunny Achan's donation, what he contributed in the service of God and the church, what he invested, we have much to be thankful for. We remember the investments of love, devotion, and nurture that Achan made in his family, in the lives of Kochama children and grandchildren. His leadership and joyful service to our Lord and the church were a source of continuous blessing, especially for the clergies and the members of Believers Eastern Church, Bangalore and Chennai dioceses. Also for the whole church, and indeed for the people of our society. He was a teacher of the word, a model of piety, and an example of priestly service. Today, with this service, we will commit Achan's physical body to the grave, but it will not be the end of his story, because the memory of his life and influence of his life in our church will always remain. Also, his work with our church was of eternal value, and because of that, he will have eternal reward. And we are confident that the risen Lord has embraced his servant with love, and that our brother, Reverend Father Sunny Samuel, who in his ministry multiplied the talents the Lord has given him, has entered into the joy of his master. Achan's race ended earlier than we anticipated. We will deeply miss our dear Achan, but we rejoice this day that he is with our Savior, our Lord Jesus Christ. And we have tremendous hope and looking forward to see our Achan again, definitely in the future. With these words, I request our representatives from Believers Eastern Church, Bangalore, Chennai Diocese, and on the behalf of the whole church to present to the wreath. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. യഹോവേ, നീ എൻ്റെ ബലത്തിൻ്റെ പട്ടകമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. നിന്റെ പുരോഹിതന്മാർ നീതീകരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ച് ഉല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തം നിന്റെ അഭിഷക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ഭാഗ്യമോ പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി. തന്നെ. ആമേൻ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിൻ്റെയും ദൈവവും ജീവന്മേലും മരണത്തിന്മേലും അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാൻ നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കിരണങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ്റെയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതിക്ക് അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാരുടെയും അവൻ്റെ നീതി മക്കളുടെ മക്കളുടെ മേലും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്താചരികർക്കും തന്നെ പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി. തന്നെ. ആമേൻ. സകല ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ സ്വർഗീയ പിതാവാം ദൈവമേ, നിന്നിൽ വിശ്വസിച്ച് ആശ്രയം കണ്ടെത്തിയ ഞങ്ങളെ
അന്തിന്യായവിധി നാളിൽ തിരുസനയിൽ നിന്ന് തള്ളിക്കളയരുതേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. സ്തവൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ബഹുമാനത്തിന് സേവയ്ക്കും ജീവകരവും രക്ഷാകരവുമായ തൻ്റെ ദിവ്യമർമ്മത്തിന് ശുശ്രൂഷയ്ക്കും ശ്രേഷ്ഠമായ തൻ്റെ ദൈവീയ രഹസ്യങ്ങളുടെ ഗ്രഹവിചാരണകൾക്കുമായി ബഹുമാനത്തിനും മൺമേരുമായ മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും ഉന്നതമായ മാലാഖമാർ കൂടെ നോക്കുവാൻ കാക്ഷിക്കുന്നതുമായ ദിവ്യരഹസ്യങ്ങളുടെ കലവറസ്ഥാനം അവരെ പരമേൽപ്പിക്കുവാൻ തിരുമനസ്സാകുകയും ചെയ്തവനും അഗ്നിമയരും ആത്മയരുമായ അനേകായിരങ്ങളുടെ സ്തുതികളിലും ശുശ്രൂഷകളിലും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ തൻ്റെ തൃക്കൈകളുടെ സൃഷ്ടിയാകുന്ന നമ്മുടെ ശുശ്രൂഷകളിലും ആരാധനകളിലും അധികം പ്രിയപ്പെടുന്നതിനായ ദിവ്യരഹസ്യങ്ങളുടെ നാഥനും സാക്ഷാൽ നിത്യപുരോഹിതനും ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുമെന്ന് അരുളിച്ചെയ്തനുമായ മശിഹാ തമ്പുരാൻ തൻ്റെ അടുക്കളയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നതായ ഈ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ ബൗക്കുൽസ്താൻ ഓൽമീൻ. കൃപയിൽ വലിയവനും വർണ്ണിച്ചുകൂടാൻ വയ്യാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹങ്ങളുടെ ഉറവും കരുണയുടെ സമുദ്രവും നീയാകുന്നു. നിത്യജീവനും സത്യവഴിയും നീയാകുന്നു. നിന്റെ ദൈവിക ദാനം കൊണ്ട് ബഹുത്വത്താൽ ഞങ്ങളുടെ മനുഷ്യവർഗത്തെ നീ ഐശ്വര്യപ്പെടുത്തി. നിന്റെ ജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഗ്രഹനിർമ്മാണത്തിനുമായി നിന്റെ തിരുസഭയിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും നീ നിയമിച്ചു. നിന്റെ നൽവരം കൊണ്ട് അവരെ നീ നിറച്ചു. അവരെ നീ ബഹുമാനിച്ചു, ശ്രേഷ്ഠതപ്പെടുത്തി, സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ വിചാരകരാക്കി. നിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനായി ഇടയന്മാരായി അവരെ നീ വിളിച്ചാക്കി. സത്യത്തിൻ്റെ വചനത്തെ നേരായി വിഭാഗിച്ചു കൊടുപ്പാനും നിന്റെ ആട്ടിൻകൂട്ടത്തിന് സകലത്തിലും ഉത്തമ ദൃഷ്ടാന്തക്കാരായിരിക്കാനും നിന്റെ പരിശുദ്ധ റൂഹായാൽ അവരെ നീ അഭിഷേകം ചെയ്തു. അവരെ വിശ്വസ്തരെണ്ണി നിന്റെ ജനത്തെ അവരെ നീ ഫലമേൽപ്പിച്ചു. കർത്താവേ, മനുഷ്യവർഗത്തോടുള്ള നിന്റെ കൃപയ്ക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഇപ്പോഴും കർത്താവേ, ഇവിടെ നിന്ന് വാങ്ങിപ്പോകുകയും അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്തിരിക്കുന്ന നിന്റെ കർത്തൃത്വത്തിൻ്റെ ശുശ്രൂഷക്കാരനും ഞങ്ങളുടെ സഹോദരനുമായി നിന്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് അവൻ തൻ്റെ ആയുഷ്കാലം മുഴുവനും നിന്നിൽ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നന്ദിയോടെ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഏകപുത്രൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടും അവൻ്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ടും കൊണ്ട് നിന്റെ മുൻപാകെ തൻ്റെ ആത്മാവിൻ്റെ കഴുത്തിന് കുനിക്കുകയും തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്റെ ദിവ്യജ്ഞാനത്തിൽ നിന്നുള്ള അറിവിനാൽ പലരെയും പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഇവനെ പുറമേ ഉള്ള അന്ധകാരത്തിൽ വസിപ്പാൻ നീ കൈവിടുകയില്ലെന്നും ജീവന്റെയും രക്ഷയുടെയും വചനങ്ങളെ ഘോഷിക്കുകയും വിശുദ്ധാത്മാവിന് ദിവ്യസംഗീതങ്ങളെ പാടുകയും ചെയ്തിട്ടുള്ള ഇവൻ്റെ നാവിനെ മൗനമാക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ ശരീരരക്തങ്ങളെ ഭാഗിച്ചു കൊടുത്തിട്ടുള്ള ഇവൻ്റെ കൈകളെ കഠിനവിലങ്ങളാൽ ബന്ധിക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ മതബാഹായിൽ ചവിട്ടിട്ടുള്ളവൻ്റെ കാലുകൾ തീക്കനുകളിന്മേൽ ചവിട്ടുന്നതിന് ഇടയാക്കുകയില്ലെന്നും നിന്റെ മറവരുകളെ ഗ്രഹിക്കുകയും
നിന്റെ ദിവ്യ രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ള ഈ നിന്റെ ദാസനെ നിത്യാഗ്നിയിലെ വേദനകൾക്കും കരച്ചിലിനും നെടുവിരുപ്പിനും നീ വിട്ടുകൊടുക്കുകയില്ലെന്നും, എന്നാലോ നിന്റെ ദിവ്യവചനങ്ങളുടെ സത്യത്തിൻ പ്രകാരം നാശത്തിലും അപമാനത്തിലും വിതയ്ക്കപ്പെടുന്ന ഈ ഹീന ശരീരത്തെ മറമില്ലാത്തതും നാശമില്ലാത്തതുമായ മഹത്വ ശരീരമായി രൂപാന്തരപ്പെടുത്തി ഉയർപ്പിക്കുകയും നിന്റെ വിശ്വസ്തദാസന്മാരോടും ഉത്തമ കലവർക്കാരോടും കൂടെ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള താലന്തുകളെ ലാഭത്തോടുകൂടെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമെന്നും അവിടെയുള്ള സന്തോഷത്തിനും നിത്യപ്രമോദങ്ങൾക്കും അവകാശിയായിരിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങൾ 4 വിരൽ നീളം മാത്രമുള്ള ഞങ്ങളുടെ ആയുസ്സിൻ്റെ ചുരുക്കത്തെയും മാഞ്ഞു പോകുന്ന പൊക്കിക്ക് തുല്യമായിരിക്കും ഞങ്ങളുടെ ജീവൻ്റെ അനിശ്ചിതാവസ്ഥയും എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് രാവും പകലും ഉണർവോടെ സ്തുതിപ്പാനും ഞങ്ങളുടെ ശുശ്രൂഷ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ വിചാരണയിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന നിന്റെ ആട്ടിൻകൂട്ടത്തെ നിന്റെ ജീവനുള്ള വചനത്താൽ പോഷിപ്പിക്കുന്നതിലും ആട്ടിൻകൂട്ടത്തെ ചിഹ്നിക്കുന്ന കൊടിയ നായ്ക്കളാകുന്ന കള്ളോപദേഷ്ടാക്കളുടെ ചതിപ്രയോഗത്തിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അവയെ സൂക്ഷിക്കുന്നതിനും ഉത്സാഹമുള്ളവരായിരുന്ന ജീവൻ്റെ വഴിയിലൂടെ അതിനെ നടത്തിക്കൊണ്ടു പോകുവാനും നാശവഴിയിൽ വരിഞ്ഞോടുന്ന അനേകർക്ക് നിന്റെ രക്ഷയുടെ സുവിശേഷത്തിൻ്റെ സ്നേഹം സുവിശേഷിക്കുവാനും ഞങ്ങളെയും നിന്റെ തിരുസഭയിലെ എല്ലാ ശുശ്രൂഷക്കാരെയും ജാഗ്രതയും വിശ്വസ്തയുള്ളവരാക്കി തീർക്കണമേ. ജയം പ്രാപിച്ചവരുടെ സ്വർഗീയ സഭയിലെ ശുശ്രൂഷ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളാരും ഇതരന്മാരായി കാണപ്പെടരുത്. നിന്റെ കരുണയാൽ ഞങ്ങളെ കടാക്ഷിച്ച് നിന്റെ വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പൂർണ്ണതയുള്ളതും പരിപൂർണമുള്ളതുമായ യാഗങ്ങളെ ആത്മീയ യാഗപീഠത്തിന്മേൽ ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിൽ ചേർന്ന് അവരോടുകൂടെ ആത്മീക ഗാനങ്ങളാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും സർവകാലവും കരയറ്റുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹോശോ ബബുക്കുൽസ് ബാൻ ലാൽമീൻ. കർത്താവിൽ മരിച്ചവരെ നിങ്ങൾ ദുഃഖിക്കേണ്ട, എന്തെന്നാൽ പ്രതിഫലം കൊടുക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ ദിവസം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ അക്ഷയരായ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവപുത്രനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ട് പുറപ്പെട്ടുകൊള്ളുകയും മഹത്വത്തിൻ്റെ അങ്കി ധരിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നിങ്ങൾ സ്തുതി പാടുകയും ആദാമ്യ സന്താനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ ദയചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവപുത്ര, നിന്റെ സഭ നിന്നോട് അപേക്ഷിക്കുന്നു. സത്യയുടേനെ നിന്റെ ഇടവക നിന്നോട് യാചിക്കുന്നു. നിന്റെ ശ്രേഷ്ഠ സന്നദ്ധിയിൽ അതർപ്പിക്കുന്ന ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് അതിൻ്റെ സന്താനങ്ങളോട് നിരപ്പാക്കണമേ. കർത്താവേ, സകല ഉപദ്രവങ്ങളിൽ നിന്നും അതിനെ രക്ഷിക്കണമേ. എന്തെന്നാൽ അത് നിന്റെ കഷ്ടാനുഭവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് കർത്താവേ, നിനക്ക് സ്തുതി എന്നും എപ്പോഴും ആർത്തു പറയുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, കാഹളം ധ്വനിക്കുകയും കുഴൽ വിളിക്കുകയും നീ പ്രകാശമേഘങ്ങൾ ഉദയം ചെയ്യുകയും നീതിയോടെ ന്യായാസനം ഒരുക്കപ്പെടുകയും നിന്റെ ശ്രേഷ്ഠ സന്നിധിയിൽ സർവ്വരഹസ്യങ്ങളും പരസ്യമാക്കുകയും ചെയ്യുന്ന നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ കർത്താവെ, നിന്നെ ഏറ്റുപറഞ്ഞവരായ ഞങ്ങളെയും ഏറ്റുപറയണമേ. നിന്റെ കൃപയാൽ ഞങ്ങളോട് ദയ ചെയ്യണമേ. നിന്നെ പ്രസാദിപ്പിച്ചുള്ള എല്ലാവരോടും കൂടെ നിന്റെ മണിയറയിൽ ഞങ്ങളെയും പ്രവേശിപ്പിക്കണമേ. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ. സർവ്വവിധ ദുരിതങ്ങളിൽ നിന്നും വിഷമതകളിൽ നിന്നും നിന്റെ സഭയെ കാത്തുകൊള്ളണമേ. നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നിന്റെ ചിറകിൽ കീഴിൽ മറച്ചുകൊള്ളണമേ. ഓശോ വബുക്കുൽസ്ബാൻ ലവൽമീ. ദൈവത്തിൻ്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തിൽ നീതിമാന്മാരുടെ ഇടയിൽ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. കബറുകളിൽ വസിക്കുന്ന മൃതരെ
കണ്ടാലും ഉയർത്തെഴുന്നേൽപ്പിന്റെ സുവിശേഷം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നതിനാൽ ധൈര്യപ്പെടുവീൻ. ഫലവത്തായ ഉദരങ്ങളിൽ നിങ്ങളെ മെനച്ചെടുത്ത ദൈവശക്തി നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ നാശം കൂടാതെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സന്തോഷത്തോടുകൂടെ നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുകയും പുത്രത്വത്തിന്റെ സുവിശേഷത്തിൽ സത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്ന നിദ്ര പ്രാപിച്ചവർക്ക് ഭാഗ്യം. ദൈവപുത്രൻ പാതാളത്തിന്റെ കോട്ടകളെ ബലത്തോടെ ഇടിച്ചു കളയുകയും മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കുന്ന ഉടൻ ക്ഷണേനെ അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുകയും ചെയ്യുന്നു. ജഡപ്രകാരം ദാവീദിന്റെ പുത്രിയിൽ നിന്ന് ജനിച്ച ദൈവപുത്ര, നിന്റെ ഇടവകയുടെ മേൽ നിന്റെ കരുണയെ സമൃദ്ധിയായി വർഷിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗ മുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദാ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്റെ നഗരമായ യെരിഹോവിൻ്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമി അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബേത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുടിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണുമങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാം ലേഖനത്തിൽ നിന്നും സ്ത്രീകളുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവർ ആയിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്നും അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടും ശരീരം വിട്ടും കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതും നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ എവൻഗേലിയോൻ വായനയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഹോദരീ സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജീവനുള്ള വചനമായ വിശുദ്ധ എവൻഗേലിയോനിലെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഞങ്ങളെ നിയോഗിച്ചവരാക്കട്ടെ. ലോക
ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് മനുഷ്യനായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവനിഷ്ഠമായിരിക്കുന്നതായ യേശു മിശിഹായുടെ നടപടികാലങ്ങളുടെ പ്രകാരം അവൻ ഉപദേശിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ യജമാൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ. യജമാൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാൻ വരുവാൻ താമസിക്കുമെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരുമായി തിന്നുടിപ്പാൻ തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളുകളിലും അറിയാത്ത നാഴികളിലും യജമാൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവനെ 5 താലന്ത്, ഒരുവനെ 2, ഒരുവനെ 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാന ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ച അടുക്കൽ വന്ന് വേറെ 5 താലന്ത് കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കൽ വന്നു. യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരനാക്കും, നീ നിന്റെ യജമാന സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവൻ അടുക്കൽ വന്ന്, യജമാനെ, നീ വിതയ്ക്കാത്തടത്തുന്ന കൊയ്യുകയും വിധാത്തടത്തുന്ന ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചുവല്ലോ, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുമെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണികക്കാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങുമായിരുന്നല്ലോ. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെയുള്ളവന് ഏവൻ ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരാദാസനെ,
ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക് തൽക്കളവീൻ. അവിടെ കരച്ചിലും പല്ലുകൊടിയും ഉണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരിയലൈസോൺ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. സ്വർഗീയ സൈന്യങ്ങളുടെ നാഥനും ആത്മാക്കളുടെയും സർവജടത്തിൻ്റെയും ദൈവവും ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനായ മശിയ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്നും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കുന്നുവെന്നും അരുളി ചെയ്ത സത്യ പ്രധാനാചാര്യനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സുഹൃതവും പരിപാകതയുമുള്ളതുമായ നടപടികളിൽ ജീവിപ്പാനും നാശമില്ലാത്തതും അഴിഞ്ഞു പോകാത്തതുമായ നിത്യഭാഗ്യങ്ങൾക്ക് അവകാശികളായി തീരുവാനും ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗീയ മണവാളനായുള്ളവേ, ആത്മീയ വിരുന്നിനും നിന്റെ പ്രകാശത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മണിയറയ്ക്കും ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും പ്രകാശമുള്ള ദീപങ്ങളായി നിന്റെ സന്നിധിയിൽ പ്രശോഭിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സാക്ഷാൽ പ്രകാശമായ മശിഹാ തമ്പുരാനെ, വിശുദ്ധവും ദൈവികവുമായ അത്യന്തമില്ലാത്ത പ്രകാശത്തിൻ്റെ കതിരുകളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഈ ഇടവകയെയും ഇതിലെ ആടുകളെയും വിശ്വാസമുള്ള നിന്റെ സർവജനത്തെയും ബലമുള്ള നിന്റെ വലം കയ്യാൽ നീ വാഴ്ത്തി നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ വസിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലൈസോൻ എന്ന് ചൊല്ലണം. ഇപ്പോൾ അച്ഛൻ്റെ മൃതദേഹം യാത്ര ചോദിക്കുന്നതിന് വേണ്ടി മദ്ബഹായിലേക്ക് എടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പട്ടക്കാരൻ യാത്ര ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം അവൻ്റെ വായിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ആയുസ്സിൽ അവൻ പ്രത്യാശിക്കുന്നതായ മഹത്തിൻ്റെ കിരീടം അവനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പട്ടക്കാരൻ അവസാനമായി മദ്വായിലേക്ക് പ്രവേശിക്കുന്നു. സമാധാനത്തോടെ പാർത്തുകൊള്ളുവീൻ, സന്തോഷത്തോടെ എനിക്ക് യാത്ര പറവീൻ. ഇനിയും നിങ്ങളെന്നെ കർത്താവിൻ നാളോളം കാണുകയില്ല എന്ന് പറയുന്ന ശബ്ദവും ഇതാ കേൾപ്പാൻ തുടങ്ങുന്നു. വിശുദ്ധ സഭയെ മശിഹായുടെ സമാധാനത്തിൽ പാർത്തുകൊള്ളുക. ദൈവത്താൽ എനിക്ക് നൽകപ്പെട്ട ആത്മീയ മക്കളെ, നിങ്ങൾ സമാധാനത്തോടെ പാർത്തുകൊള്ളുവീൻ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങൾ യാത്ര പറഞ്ഞു മശിഹായെ സ്തുതിപ്പീൻ. നിങ്ങളോടുകൂടെ അവൻ എന്നെ പാർപ്പിച്ചു. ഇപ്പോൾ നിങ്ങളിന്ന് അവനെന്നെ വേർതിപ്പെടുത്തിയിരിക്കുന്നു. ജീവൻ നിറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വെച്ച് നിങ്ങളെല്ലാവരെയും കാണുവാൻ അവൻ എനിക്ക് സംഗതി വരുത്തും. ഞങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന
വെടിപ്പുള്ള പിതാവേ, സമാധാനത്തോടെ പോകാം. ഉയർന്നാളിൽ നിന്നെ കാണുവാൻ കർത്താവ് നമുക്ക് സംഗതി വരുത്തട്ടെ. വിശുദ്ധന്മാരെല്ലാവരും ഒരുമിച്ച് മുഖപ്രസാദത്തോടെ തന്റെ എതിരേൽപ്പിന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ സേവ സഹിച്ച് മരണത്തിൽ നിങ്ങളെ രക്ഷിച്ച കർത്താവേ, നിനക്ക് സ്തുതിയെന്നും നാം എല്ലാവരും എന്നപോലെ അട്ടഹസിച്ച് പറവാൻ സംഗതിയാകും. വിശുദ്ധ മദ്വാഹേ, സമാധാനത്താലേ പാർക്കാം. ബഹുമാനമുള്ള പട്ടക്കാരാ, സമാധാനത്താലേ വിശുദ്ധ ആലയമേ, സമാധാനത്താലേ പാർക്കാം. ബഹുമാനമുള്ള പട്ടക്കാരാ, സമാധാനത്താലേ ഉണ്ണിയപ്പെട്ടവരും വിശുദ്ധന്മാരുമേ, സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള പട്ടക്കാരാ, സമാധാനത്താലേ നിർമ്മലതയുള്ള പട്ടക്കാരെ, സമാധാനത്താലേ പാർപ്പിൻ. ബഹുമാനമുള്ള സഹോദരാ, സമാധാനത്താലേ വെടിപ്പുള്ള ശമ്മാശന്മാരെ, സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള സഹോദരാ, സമാധാനത്താലേ പട്ടത്വ സമൂഹമേ, സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള സഹോദരാ, സമാധാനത്താലേ ദേറാകളുടെ പദ്ധതികളെ സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള പട്ടക്കാരാ, സമാധാനത്താലേ പള്ളികളുടെ തലവന്മാരെ, സമാധാനത്താലേ പാർപ്പീൻ.
ബഹുമാനമുള്ള പട്ടക്കാരാ, സമാധാനത്താലേ എൻ്റെ പിതാക്കന്മാരും സഹോദരരുമേ, സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള പട്ടക്കാരാ, സമാധാനത്താലേ എൻ്റെ മാതാക്കളും സഹോദരങ്ങളുമേ, സമാധാനത്താലെ പാർപ്പീൻ. ബഹുമാനമുള്ള ഞങ്ങളുടെ പിതാവേ, സമാധാനത്താലേ പട്ടണവും അതിലെ നിവാസികളുമേ, സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള ഞങ്ങളുടെ പിതാവേ, സമാധാനത്താലേ ദേശവും അതിൽ പാർക്കുന്നവരുമേ, സമാധാനത്താലേ പാർപ്പീൻ. ബഹുമാനമുള്ള ഞങ്ങളുടെ പിതാവേ, സമാധാനത്താലേ എനിക്ക് സമാധാനം തന്നു, സമാധാനത്തോടെ പാർപ്പീൻ. എന്നാൽ ഈ സമാധാനം എന്നേക്കും ഉള്ളതാകുന്നു. ഞാനല്ല ഇപ്പോഴും പ്രവേശിച്ചു വന്നിരുന്ന അഴിഞ്ഞു പോകുന്ന മധുഭായേ, നിന്നെ വിട്ട് ഞാനിതാ ഇറങ്ങി എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നു. എൻ്റെ സഹോദരന്മാരായ കൂട്ടുപട്ടക്കാരെ, നിങ്ങളൊന്ന് ഞാൻ പിരിഞ്ഞ് സ്വർഗീയരായ സകലരോട് ഞാൻ ചേരുന്നു. കുറ്റമില്ലാത്ത കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് മുൻപായി ഭാഗ്യവാന്മാർ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. കർത്താവേ, നിനക്ക് മഹത്വവും നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധവായ്ക്ക് വന്ദനവും പൂഴ്ത്തിയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമനസ്സ് നമുക്കിപ്പോൾ പ്രബോധനം നൽകുന്നതായിരിക്കും. സഭയുടെ കെട്ടുപണിക്കാരനായ പൗലോസ് ശ്ലീഹ പ്രകാരം പറഞ്ഞു, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ സമയവും ഇതിൻ്റെ പരിമിതിയും, ഇതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആശയെങ്കിൽ നമ്മളെല്ലാവരിലും വച്ച് നികൃഷ്ടരും ബുദ്ധിഹീനരും വിവരം ഇല്ലാത്തവരും എന്ന് എൻ്റെ സാധാരണ ഭാഷയിൽ പറയാം.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി. മാത്രമല്ല, മരണത്തെ അവൻ കീഴടക്കി പരാജയപ്പെടുത്തി. ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മധ്യത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. പേര് യോബ്. അഖിലാണ്ടത്തിൻ്റെ ഉടവനും സകല ഹൃദയങ്ങളുടെയും അറിയുന്നതിനായ ദൈവം അദ്ദേഹത്തെ പറ്റി പറഞ്ഞ സാക്ഷ്യം, ഭൂമിയുടെ പരപ്പിൽ നീതിമാനും വിശ്വസ്തനുമായ ഒരു മനുഷ്യൻ. തൻ്റെ ജീവിതത്തിൽ മനുഷ്യ ചിന്തയ്ക്കോ വാക്കിനോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ വേദനയും പരീക്ഷയും നേരിട്ടു. അതിനെപ്പറ്റി ഇയ്യോബിൻ്റെ മറുപടി ഇപ്രകാരമാണ്: ഇതിൻ്റെ എല്ലാം അവസാനം ഒരു തട്ടാൻ്റെ മുന്നിൽ അവൻ തീക്കകത്തിട്ട് ശുദ്ധീകരിച്ച് യാതൊരു മാലിന്യവും ഇല്ലാതെ പുറത്തു വരുന്നായ തങ്കത്തിന് തുല്യമായിരിക്കും എൻ്റെ ജീവിതം. നമ്മുടെ പ്രിയ അച്ഛനെ പറ്റി പുതുതായിട്ടൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല, നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളുമാണ്. എന്നാൽ ബൈബിളിലൊരു വാക്യമുണ്ട്, പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷി സൂക്ഷിച്ചു. ഞാൻ അറിയുന്ന ഇടപെടുന്ന ആയിരമായി കിടക്കുന്ന ആളുകൾ ലോകമെമ്പാടുള്ളവരിൽ വളരെ ചുരുങ്ങിയ ആളുകളെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും, ഇതുപോലെ വിശുദ്ധനായൊരു മനുഷ്യൻ നമ്മുടെ പ്രിയ അച്ഛന്. എന്തുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ കർത്താവ് തന്നെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു വേർതിരിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഭാഷയിൽ, എൻ്റെ ചിന്തയിൽ, ഇത്രയും സമയമേ തനിക്ക് ആവശ്യമായിരുന്നുള്ളൂ. നിത്യതയിൽ തനിക്ക് വേണ്ടി ദൈവം കരുതിയ എല്ലാ ഭാഗ്യ പദവികളും കിരീടങ്ങളും അവകാശമാക്കുവാൻ. എന്നാൽ എനിക്കറിയാൻ പാടില്ല അനേക ആളുകളെപ്പറ്റി, പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയ അച്ഛൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല, സംശയവുമില്ല. കാരണം സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് തൃത്വം അഴിയപ്പെട്ട് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഭാഷകൾ പഠിച്ച് ദുഃഖങ്ങൾ സഹിച്ച് തെറ്റിദ്ധാരണ സഹിച്ച് വേദന അംഗീകരിച്ച് പിതാവിൻ്റെ ഹിതം നിവർത്തിച്ചു. പ്രിയ അച്ഛൻ്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചോ വിദ്യാഭ്യാസം വച്ചോ ഏതിൽ നോക്കിയാലും ഒരു അന്യനും പരദേശിയുമായി ആരും എന്നെ അറിയണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവ് ചെയ്ത പോലെ തന്നെ സ്വന്തം വീടും നാടും വിട്ട് കർണാടക സ്റ്റേറ്റിൽ പോയി സ്വന്തം ഭാഷ പോലും തൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയി മാറി. കർണാടകയിൽ പ്രവർത്തിക്കുന്നതായ തിരുമേനിമാരും അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുള്ളത്, മെത്രാപ്പൊലീത്ത തിരുമേനി ഞങ്ങൾ ഭാഷാന്തരം ചെയ്ത്
പ്രസിൽ പോകാൻ തയ്യാറാകുന്ന കർണാടക ഭാഷയിലെ കന്നഡ പുസ്തകങ്ങൾ അവസാനം അത് കറക്റ്റാണോ എന്ന് വേരിഫൈ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. കാച്ചിയ മോരും നാട്ടിലെ തേങ്ങായും കപ്പയും കുറച്ചൊക്കെ അവിടെ ലഭിക്കുമെങ്കിലും ജീവിതശൈലി 100% വ്യത്യാസപ്പെട്ടതാണ്. അങ്ങനെ ജീവിതം സമർപ്പിച്ച് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് യുവതിയുവാക്കളെ കർത്താവിലേക്ക് ആനയിച്ച് അവരെ പഠിപ്പിച്ച് സഭയുടെ വികാർ ജനറലായി ദീർഘവർഷങ്ങൾ സേവനം അനുഷ്ഠിച്ച പ്രിയപ്പെട്ട അച്ഛൻ. ഇത്രയും നേരം നിങ്ങൾ കേട്ടതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചുമ്മാതൊരു പ്രാർത്ഥനയോ ഒരു പറച്ചിലോ ചൊലുത്തോ അല്ല. അക്ഷരീയമായി നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും കർത്താവിൻ്റെ കൂടെ താൻ നമ്മളെയെല്ലാം നോക്കി സന്തോഷിക്കുന്നത്. താൻ പറയുന്നത് ഇത്രമാത്രമാണ്, ഏതായാലും ഞാനിവിടായി, നിങ്ങളും വിശ്വസ്തയോടെ യാത്ര ചെയ്യുക, വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഈ സമയത്ത് ഈ വേർപാടിൽ തീർച്ചയായിട്ടും വേദനിക്കുന്നതായ തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ ദൈവത്തിൻ്റെ അസാധാരണമായ സമാധാനം കൃപ അവർ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ അഭിവന്യ മെത്രാപ്പോലത്തെയും അഭിവന്യ തിരുമേനിമാരും അഭിവന്യ പട്ടക്കാരും അച്ഛൻ്റെ അഭിവന്യ കുടുംബാംഗങ്ങളും നമ്മുടെ സണ്ണീച്ചൻ്റെ കൈമുത്തി യാത്ര ചോദിക്കുന്ന സമയം. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. നമ്മുടെ ടിന്നുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോ മണ്ണാലെങ്ങളെ നീ മെനഞ്ഞു, നിന്നാജ്ഞ ലംഘിച്ചിലടിയാ. പാപം ചെയ്തതിനാ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. നിന്തിരുവിഷ്ടം പോ മണ്ണാലെങ്ങളെ നീ മെനഞ്ഞു, നിന്നാജ്ഞ ലംഘിച്ചിയടിയാ. പാപം ചെയ്തതിനാ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്ത
കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ. അലിവു നിറഞ്ഞോയേ ദയവേറുന്നു നീ, നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നെങ്ങൾ. കൃപ തോന്നിയിടണമേ പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ. അലിവു നിറഞ്ഞോരേ ദയവേറുന്നു നീ, നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നെങ്ങൾ. കൃപ തോന്നിയിടണമേ വിശുദ്ധ സൗഭാഗ്യം കൈക്കൊണ്ടിടുന്നു. ഒടുവിൽ മണിയറയിൽ ആയവർ പൂകിടും നിൻ സാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ. നരകാഗ്നിയിൽ ഇരയായിടരുതേ വിശുദ്ധ സൗഭാഗ്യം കൈക്കൊണ്ടിടുന്നു. ഒടുവിൽ മണവറയിൽ ആയവർ പൂകിടും നിൻ സാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ. നരകാഗ്നിയിൽ വായിൽ ഇരയായിടരുതേ ഉന്നത മണവാളൻ ഉദിക്കുന്നേരത്തു ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം താനെന്നും ബഹുമതി താനെന്നും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കും. ഉന്നത മണവാളൻ ഉദിക്കുന്നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം താതെന്നും ബഹുമതി താതെന്നും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കും. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയാ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നിതു ഞങ്ങൾ. അലിവു നിറഞ്ഞോരേ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് നമ്മുടെ കർത്താവ് എഴുന്നള്ളി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എല്ലാ വിശുദ്ധമാർക്കും പ്രത്യാശയെ ഉണ്ടാക്കുന്നു. തൻ്റെ മുൻപാകെ സകല ദിവസങ്ങളും പരസ്യമായിരിക്കുന്ന രാജാവിന് പ്രത്യക്ഷത മഹാഭയങ്കരവുമാകുന്നു. മശിഹ വന്ന് അവരധികാരം അയക്കുന്നത് കൊണ്ട് മരണത്തിന് തോലിയും സാത്താന് വിലാപവും തന്നെ. സകല തെരഞ്ഞെടുപ്പെട്ടവരും മണവാളിനോടുകൂടെ പ്രവേശിക്കുന്നതിന് ഉന്നതത്തിലെ മണിയുടെ വാതിൽ തുറന്നിരിക്കുന്നു. സൃഷ്ടാവിന് ശബ്ദമെങ്കിൽ മരണം മാഞ്ഞു പോകുന്നു. മരിച്ചവർ ഉയർത്തേൻ രാജാവിനെ സ്തുതിക്കുന്നു. പർദീസയുടെ അധിക അവകാശിയെ സമാധാനത്തോട് വരിക എന്ന് മാലാഖമാർ വിളിച്ചു പറയും.
ദൂതന്മാർ പാടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ യേശുവേ, നിന്റെ കയ്യിൽ മരണവും നിന്റെ ഇഷ്ടത്തിൽ ജീവനുള്ളതാകൊണ്ട് നിനക്ക് സ്തുതി. നിന്റെ കൃപാനിമിത്തം ഞങ്ങളുടെ മേൽ അനുഗ്രഹവും ചെയ്യണമേ. നിന്റെ എഴുന്നള്ളത്തിന് ദിവസത്തിൽ നിന്റെ കരുണയെ ഞങ്ങൾ കാണുമാറാകണമേ. ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നോ Amen.